കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ്സുകാരൻ മിഥുന് ജന്മനാട് വിട നൽകാൻ ഒരുങ്ങുകയാണ്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരും. വിലാപയാത്രയായാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുവരുന്നത്. വഴിനീളെ മിഥുനെ അവസാനമായി കാണാൻ ഒട്ടേറെ പേർ കാത്തു നിൽപ്പുണ്ട്. അതുകൊണ്ട് ആണ് സമയമെടുക്കുന്നത് സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിൽ. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിക്കും. എസ് വിജയകുമാർ കൂടിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വിജയകുമാർ, ഇപ്പോൾ ഒട്ടേറെ പേർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യത്തിലൊക്കെ. മഴയൊന്നും വകവയ്ക്കാതെ മിഥുനെ അവസാനമായി കാണുന്നതിന് വേണ്ടി വഴിനീളെ ആളുകൾ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി, അവർക്ക് കാണുന്നതിന് വേണ്ടിയൊക്കെയാണ് അല്പം പതുക്കെയാണ് വാഹനം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അല്പം താമസിച്ചാണ് സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയുന്നത് എന്നതാണ്. 12 മണിയോടെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ ഇത്രയും അധികം ആളുകൾക്ക് മിഥുനെ അവസാനമായി കാണേണ്ടതുണ്ട് എന്നതിനാൽ കുറച്ച് വൈകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 10 മണിയോടെയാണ് മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുവരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതൊരു വിലാപയാത്രയായി മാറും എന്ന് ആരും കരുതിയിരുന്നില്ല. അവനെ അവസാനമായി കാണാൻ, മിഥുനെ അവസാനമായി കാണാൻ വരുന്ന വഴിയുടെ റോഡിന് ഇരുവശത്തും ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെയൊക്കെ മുന്നിലൂടെ വളരെ സാവധാനമാണ് ആ വിലാപയാത്ര കടന്നു വരുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ സ്വന്തം വീട്ടിൽ ഒരു കുഞ്ഞിനെ നഷ്ടമായ വേദനയോടെയാണ് ഓരോ മലയാളിയും ഈ ദിവസങ്ങളിൽ ഈ അപകടത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ അവരുടെ നഷ്ടം എന്ന നിലയിൽ തന്നെയാണ് മിഥുൻ്റെ മരണം അവരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവസാനമായി മിഥുനെ കാണാൻ ആ നാട് മുഴുവൻ അവിടേക്ക് എത്തുകയാണ്. വരുന്ന വഴിയിലും സ്കൂളിലുമൊക്കെ ആളുകൾ എത്തി. ഇത് സ്കൂളിൽ നമുക്കറിയാം, അവിടെ മഴച്ചാറ്റലുണ്ട്. അതൊക്കെ അവഗണിച്ചും വകവയ്ക്കാതെയും ഒക്കെ ആളുകൾ സ്കൂളിന് ചുറ്റും ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ NCC കേഡറ്റുകളെ നമുക്ക് കാണാം. അവൻ ഒരു NCC കേഡറ്റ് കൂടിയായിരുന്നു. അപ്പോൾ NCC ഉള്ള സ്കൂളിൽ ചേരാൻ ആഗ്രഹിച്ചു, പട്ടാളക്കാരനാകണം വലുതാകുമ്പോൾ എന്ന് അവൻ എപ്പോഴും അവൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുമായിരുന്നു. അതൊരു ജീവിതാഭിലാഷം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമായി കണ്ടായിരുന്നു മിഥുൻ പഠിക്കുകയും ഒക്കെ ചെയ്തത്. മിഥുൻ ആ സ്കൂളിൽ എത്തിയിട്ട് അധിക നാളൊന്നുമായില്ല. പക്ഷേ വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ആ സ്കൂളിലെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായി ഒക്കെ മിഥുൻ മാറുന്നത് ഈ ദിവസങ്ങളിൽ അതിൻ്റെ വിവരങ്ങൾ ആ സ്കൂളിലുള്ള മറ്റു കുട്ടികളും അധ്യാപകരും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ഒരു 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 നമ്മൾ നടുങ്ങിപ്പോയ അല്ലെങ്കിൽ വല്ലാതെ പകച്ചുപോയ ഒരു അപകട വാർത്തയായിരുന്നു നമ്മളെ തേടിയെത്തിയത് കഴിഞ്ഞ ദിവസം. അതും കളിക്കുന്നതിനിടെ അവൻ്റെ സുഹൃത്തിൻ്റെ ഒരു ചെരുപ്പെടുക്കുന്നതിന് വേണ്ടിയാണ് ആ ഷീറ്റിന് മുകളിലേക്ക്, ആ താൽക്കാലിക ഷെഡിന് മുകളിലേക്ക് കയറുകയും അത്തരമൊരു ദുരന്തത്തിന് ആ 13 വയസ്സുകാരൻ ഇരയാവുകയും ചെയ്തത്. ഒരു വല്ലാത്ത ദുരന്ത വാർത്തയായിരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ നെഞ്ചുലഞ്ഞ് അല്ലെങ്കിൽ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ഈ ദിവസങ്ങളിൽ ഈ വാർത്തയുടെ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. പ്രേക്ഷകരത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോഴും നമ്മൾ ഈ വിവരങ്ങൾ, ഈ കാര്യങ്ങൾ പറയുമ്പോഴും നൂറുകണക്കിന് ആളുകളാണ് യൂട്യൂബിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ആ കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ വിലാപയാത്ര സ്കൂളിന് അടുത്തേക്കൊക്കെ എത്താറായിട്ടുണ്ട്. പലയിടത്തും അവിടെയൊക്കെ ആളുകളെത്തി അവൻ അന്തിമോപചാരം അർപ്പിക്കാനായി ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അതും കാണുന്നുണ്ട്. അപ്പോൾ ഈ ആംബുലൻസ് കടന്നു വരുന്ന വഴികളിലൊക്കെ ആളുകൾ വരുന്നുണ്ട് അവസാനമായി ആ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരവരുടെ വീടുകളിലുണ്ടായ, അവരവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ നഷ്ടം എന്ന നിലയിൽ തന്നെയാണ് മിഥുൻ എന്ന 13 വയസ്സുകാരനെ നമുക്ക് നഷ്ടമാകുമ്പോൾ അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അതേ മാനസികാവസ്ഥയിലാണ് ഓരോ മലയാളിയും ഈ വാർത്ത അറിയുന്നതും അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴിവക്കിൽ എത്തുന്നത്. ഇത് ആ വീട്ടിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ്. ആ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് വിവരിക്കാൻ പോലും, പറയാൻ പോലും കഴിയാത്ത തരത്തിൽ അങ്ങേയറ്റം ദയനീയമാണ്. ആ വീട്ടിൽ എനിക്ക് തോന്നുന്നത് കുറേ കഴിഞ്ഞ 2-3 ദിവസമായി അവൻ്റെ മുത്തശ്ശിയൊക്കെ, മിഥുൻ്റെ മുത്തശ്ശിയൊക്കെ തളർന്ന് അലമുറയിട്ട് കരയുകയാണ്. അതിൽ ആരൊക്കെയോ ഇപ്പോൾ തളർന്നു വീണിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ്. ഒരു പക്ഷേ മിഥുൻ്റെ മുത്തശ്ശി മണിയമ്മ ഈ ദിവസങ്ങളിലെ ഒരു സങ്കട കാഴ്ചയായിരുന്നു. മിഥുൻ്റെ അനിയൻ സുജിനെ ചേർത്ത് പിടിച്ച് അവിടെ ചെല്ലുന്നവരുടെ മുന്നിൽ എൻ്റെ കുഞ്ഞ് വരില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആ മുത്തശ്ശി മണിയമ്മ നമ്മളുടെ കണ്ണീർ കാഴ്ചയായി ഈ ദിവസങ്ങളിൽ മാറുകയും ചെയ്തു. അത് ഒരു ഗ്രാമമാണ്, വളരെ ചെറിയൊരു ഗ്രാമം, സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമം. അവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവുന്ന ഒരു നാട്.
അവിടെ ഒരു കുഞ്ഞിനെ നഷ്ടമായി എന്നത് ആ നാടിൻ്റെ ഒരു നഷ്ടമായി മാറുന്നതും ഈ ദിവസങ്ങളിൽ കണ്ടു. അവൻ്റെ ആ ചെറിയ വീടിന് മുന്നിലേക്ക് എത്ര ആളുകളാണ് ഈ ദിവസങ്ങളിൽ വന്നത്. അവിടെയൊക്കെ ആ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ ഭിത്തിയിൽ മിഥുൻ വരച്ച പൂർത്തിയാകാത്ത ചിത്രങ്ങൾ, അവൻ്റെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് ആ വീടിൻ്റെ ഭിത്തിയിൽ കാണാം. അത്യാവശ്യം ചിത്രം വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ പഠനം മാത്രമല്ല, ഫുട്ബോൾ കളിക്കും, ചിത്രം വരയ്ക്കും, NCC കേഡറ്റാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നു മിഥുൻ ഈ 13 വയസ്സുവരെ. ആ വീടിൻ്റെ ഭിത്തിയിൽ മിഥുൻ വരച്ച ചിത്രങ്ങൾ, പൂർത്തിയാകാത്ത ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്വന്തമായി പണം സ്വരൂപിച്ച് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഒരു 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 പാത്രത്തിൽ നാണയത്തുട്ടുകൾ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് മിഥുൻ. ആ നാണയത്തുട്ടിട്ട പാത്രം, അത് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ നെഞ്ചുലയ്ക്കുന്ന മറ്റൊരു കാഴ്ചയായിരുന്നു. ആ കുട്ടിയുടെ, ആ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾ എന്നത് എന്തൊക്കെയായിരുന്നു എന്നത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയാം. മിഥുൻ്റെ അനുജൻ മറ്റൊരു സങ്കട കാഴ്ചയാണ് സുജിൻ. ഇന്ന് അമ്മ കുവൈറ്റിൽ നിന്ന് തിരികെ എത്തുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുജിൻ ഉണ്ടായിരുന്നു. അമ്മ സുജിനെ ചേർത്ത് പിടിച്ച് കരയുന്നത്, ഒരുപക്ഷെ നമുക്കതൊന്നും ആ ദൃശ്യങ്ങളൊന്നും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്തരം കാഴ്ചകളായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമ്മൾ കണ്ടത്.